യെസ്, കേരളത്തിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ നടുക്കുന്ന അപ്രതീക്ഷിത നീക്കങ്ങളാണ് ഇന്ന് പുലർച്ചെ ഉണ്ടായത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിലും കണ്ണൂരിലെ വസതിയിലും അടക്കം 12 ഇടങ്ങളിൽ ഒരുമിച്ച് ഇഡിയുടെ മിന്നൽ പരിശോധനയാണ് നടക്കുന്നത്. പുലർച്ചെ 5:30 മണിയോടുകൂടി തുടങ്ങിയ റെയ്ഡാണ്. എല്ലായിടങ്ങളിലും ഇപ്പോഴും റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. 6 മണിക്കൂർ പിന്നിടുന്നു. ഒരിടത്ത് പോലും റെയ്ഡ് പൂർത്തീകരിച്ച് ഇപ്പോൾ ഉദ്യോഗസ്ഥർ മടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. അതേസമയം ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ്, CPM-നെതിരെ രാഷ്ട്രീയ പ്രേരിതമായി നടക്കുന്ന വേട്ടയാണ് എന്ന വാദമുഖം തുറന്നുകൊണ്ട് എല്ലായിടങ്ങളിലും CPM-ന്റെ അണികളും നേതാക്കളും പ്രവർത്തകരും തെരുവിലിറങ്ങി പിണറായി വിജയനെ പ്രതിരോധം തീർക്കുന്ന പിന്തുണ നൽകുന്ന കാഴ്ച കൂടിയാണ് ഇപ്പോൾ കാണുന്നത്. EP ജയരാജൻ സംസാരിക്കുന്നുണ്ട് കണ്ണൂരിൽ തത്സമയം. കേന്ദ്ര ഗവൺമെന്റും കോൺഗ്രസും കൂടി നടത്തിയിട്ടുള്ളതാണ്. അന്ന് ആ പരാതി കേജ്രിവാളിനെതിരായി കൊടുക്കുന്നത് തന്നെ കോൺഗ്രസ് പാർട്ടിയാണ്. കേരളത്തിൽ CPM തെരഞ്ഞെടുപ്പിൽ തോറ്റിട്ടുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കി കളയാമെന്നാണ്. അത് ഞങ്ങളെക്കുറിച്ച് അറിയുന്നവരാരും ആഗ്രഹിക്കും. ഇത് ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ ഏറ്റവും കരുത്തരായിട്ടുള്ള നേതാക്കൾക്ക് നേരെ ആക്രമണം നടത്തുക, അവരെ ഒറ്റപ്പെടുത്തുക, അവരെയും കുടുംബത്തെയും ഒറ്റപ്പെടുത്തുക, അങ്ങനെ അതുവഴി പാർട്ടിക്കകത്തും പുറത്തും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പാർട്ടിയെ തകർക്കുക, ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയാണിത്. ഇതൊരു നിസ്സാര പ്രശ്നമല്ല, ഇതൊരു രാഷ്ട്രീയമായ ഒരു കോൺസ്പിറസിയാണ്, ഗൂഢാലോചനയാണിത്. ആ ഗൂഢാലോചനയിൽ കേരളത്തിന്റെ ഭരണാധികാരികൾക്ക് പങ്കുണ്ട്. ഡൽഹിയിൽ പോകലും ഇവിടെ വരലുമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടിനെതിരെ ശക്തമായി ചെറുത്തു നിന്നുകൊണ്ട് മാത്രമേ ഇത് അവസാനിപ്പിക്കാൻ കഴിയൂ. ഇവിടെ ഈ ഡോക്ടർ മുക്കിലുള്ള പിണറായിയുടെ വീട്ടിനകത്ത് എന്താ? ഇവിടെ ഇപ്പൊ ചില ഉദ്യോഗസ്ഥന്മാർ കയറി എന്താ നിങ്ങൾ പരിശോധിക്കുന്നത്? നിങ്ങൾക്ക് ഈ നാട്ടിലെ ജനങ്ങളോട്, പത്രക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ എന്താ പരിശോധിക്കുന്നത്? പിണറായിയുടെ വീട് പരിശോധിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരം? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നടപടി സ്വീകരിച്ച് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? പിണറായി ഇന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ മകൾക്ക് നേരെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ? സാധാരണഗതിയിൽ ഒരു കേസ് ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റം ആരോപിക്കൂ. ആ കുറ്റം ആരോപിക്കുമ്പോൾ അതിന്റെ മേലെയുള്ള മറുപടി ലഭ്യമാകും. ഇങ്ങനെ ഏതെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള നടപടികളില്ലെന്ന് മാത്രമല്ല, ഇതിന്റെ ലക്ഷ്യം മാധ്യമങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയെ വേട്ടയാടലാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മാർക്സിസ്റ്റ് ദുർബലപ്പെട്ടാൽ കേരളമാണ് തകരുക. ഇടതുപക്ഷ പ്രസ്ഥാനം ദുർബലപ്പെട്ടാൽ വലതുപക്ഷ ശക്തിയുടെ ആധിപത്യം വർദ്ധിക്കും. വലതുപക്ഷ തീവ്രവാദ ശക്തിപ്പെട്ടു വരും. നാം ഇന്ന് നേടിയിട്ടുള്ള മുഴുവൻ നേട്ടങ്ങളും ഇല്ലാതായിത്തീരും. ഇടതുപക്ഷത്തെ തകർക്കാൻ, വലതുപക്ഷത്തിന് കരുത്തു കൊടുക്കാനുമുള്ള പിന്തിരിപ്പൻ ശക്തികളുടെ, വലതുപക്ഷ ശക്തികളുടെ, കോൺഗ്രസ് BJP ശക്തികളുടെ ആസൂത്രിതമായിട്ടുള്ള പദ്ധതിയാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ഒരു തെറ്റായ നിലപാടുകളെ ചോദ്യം ചെയ്യുക എന്നുള്ളത് അംഗവും മന്ത്രിസഭാംഗങ്ങളുമായ രണ്ടുപേരുടെ പേര് അതേ ഡയറിയുടെ ഭാഗവുമായിട്ട് തന്നെ ചേർത്തിട്ടുണ്ട്. ആ രണ്ടുപേർ ഇന്നും മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. അവർ രണ്ടുപേരും അത് സമ്മതിച്ചിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ പൈസ വാങ്ങിയിട്ടുണ്ട് എന്ന് സമ്മതിച്ചിട്ടുണ്ട്. അവർക്കെതിരായിട്ട് കേസില്ല. വീണ വിജയന്റെ അച്ഛൻ പിണറായി വിജയനാണ് എന്നുള്ളതുകൊണ്ട് കോടതികളെല്ലാം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ സെഷൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി ഉൾപ്പെടെ